2018 പ്രളയത്തിന് ശേഷം പെരിയാറിന്റെ അവസ്ഥ ദുഃഖപൂരിതമാണ്. എക്കലും മണലും അടിഞ്ഞ പെരിയാറിന്റെ സ്വാഭാവിക അവസ്ഥ നഷ്ടപ്പെട്ടു. എത്ര വലിയ പെരുമഴ പെയ്താലും ആറിലെ വെള്ളം വളരെ വേഗം ഒഴുകി പോകുന്ന അവസ്ഥയിലാണ്. ടൺ കണക്കിന് മണലാണ് തിട്ട പോലെ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. 2018 ശേഷം പെരിയാറ്റിൽ നീരൊഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്ന മണൽ കൂമ്പാരവും എക്കലും വാരിമാറ്റുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചുവെങ്കിലും നടപ്പായിട്ടില്ല. മണൽ നീക്കം ചെയ്ത് ആറ് വൃത്തിയാക്കാൻ കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകി കാത്തിരിക്കുകയാണ് പെരിയാർ തീരദേശവാസികൾ. പെരിയാർ നദിയാണ് ഹൈറേഞ്ചിലെ തന്നെ പ്രധാന ജലസ്രോതസ്. എന്നാൽ ഇന്നിപ്പോൾ പാറക്കൂട്ടങ്ങളും മൺതിട്ടകളുമായി പെരിയാർ രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. മാലിന്യവും എക്കലും മണലും അടിഞ്ഞുകൂടിയാണ് തിട്ടകൾ രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. 10 വർഷം മുമ്പ് വരെ പെരിയാറിന്റെ വിവിധ സ്ഥലങ്ങളിൽ മണൽ ഊറ്റ് നടക്കുന്നുണ്ടായിരുന്നു. ഇത് തൊഴിലാളികൾക്ക് തൊഴിലും പഞ്ചായത്തുകൾക്ക് വരുമാനവും ഉണ്ടാക്കി. മണലൂറ്റ് നടന്ന സമയങ്ങളിൽ പെരിയാറ്റിൽ തിട്ടകൾ രൂപപ്പെട്ടിരുന്നില്ല. മാലിന്യവും എക്കലും അടിഞ്ഞുകൂടിയതുമില്ല. അതിനാൽ പെരിയാർ ശരിയാമ്പണ്ണം ഒഴുകുകയും ചെയ്തു. മണലൂറ്റ് നിലച്ചതോടെ പെരിയാറ്റിൽ ചെറുതും വലുതുമായി തിട്ടകൾ രൂപാന്തരപ്പെട്ടു. കയങ്ങളുടെ ആഴവും കുറഞ്ഞു. ഇത് പെരിയാറിന്റെ ജലസംഭരണ ശേഷിയും ഇല്ലാതാക്കി. 2018 മഹാപ്രളയത്തിന് ശേഷം പെരിയാറിനെ മറ്റൊരു അവസ്ഥയിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. പ്രളയത്തിന് ശേഷം വലിയ തിട്ടകൾ രൂപാന്തരപ്പെട്ടതോടെ പെരിയാറ്റിലെ വെള്ളം ഗതിമാറി ഒഴുകാനും തുടങ്ങി. 18 ശേഷം ഉണ്ടായ മഹാപ്രളയത്തിന് ശേഷം പെരിയാറിന്റെ ഇപ്പോഴത്തുള്ള ദുഃഖപൂരിതമായ അവസ്ഥ നിവേദനത്തിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ജലശക്തി മന്ത്രാലയത്തിന്റെ കീഴിൽ ഈ ഡാമുകളുടെ കീഴേക്ക് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പെരിയാറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യവും മണലും അടക്കം നീക്കം ചെയ്യുന്നതിനുള്ള നിയമസാധ്യതകൾ പരിശോധിക്കപ്പെടണമെന്നും അദ്ദേഹത്തിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നുള്ള ഒരു വിശ്വാസത്തില് ഉറപ്പിലാണ്. ഏത് വേനൽക്കാലത്തും പെരിയാറ്റിലെ കൈകളിൽ വെള്ളമുണ്ടായിരുന്നു. കൈകളുടെ ആഴമില്ലാതായതോടെ വേനൽക്കാലത്ത് ആവശ്യത്തിന് വെള്ളവും ലഭിക്കാത്ത അവസ്ഥയിലേക്ക് പെരിയാർ മാറി. മണൽ മാറ്റിയാൽ സർക്കാരിന് നല്ല വരുമാനവും ലൈഫ് പോലുള്ള ഭവന പദ്ധതിയിൽ വീട് വയ്ക്കുന്നവർക്ക് തുച്ഛമായ തുകയ്ക്ക് മണലും ലഭിക്കും. ഇറിഗേഷൻ വകുപ്പും റവന്യൂ വകുപ്പും പഞ്ചായത്തും ചേർന്ന് പദ്ധതികൾ ആവിഷ്കരിച്ച് പെരിയാറ്റിലെ മണൽത്തിട്ടകൾ മാറ്റുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ നടപടിയുണ്ടായില്ല. ഇതേ തുടർന്ന് തീരദേശവാസികൾ കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ നിവേദനം നൽകി കാത്തിരിക്കുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.